ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ്. അപ്പോൾ ബാക്കി നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CRT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടോപ്പിക് ബേസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ്. ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് ലഭിച്ചിട്ടുള്ളത്? മിഠായിയാണ് അല്ലേ സമ്മാനമായിട്ട് ലഭിച്ചത്. വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത്? എങ്ങനെയായിരുന്നു? എന്ത് കൊടുത്തിട്ടായിരുന്നു? കഥാപുസ്തകം സമ്മാനമായി നൽകില്ലേ. നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത്? വരുമാനമാണ് ഇൻകം ആണ് ലഭിക്കുന്നത് അല്ലേ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് പലതരത്തിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലേ. ഓരോരുത്തർ ജോലി ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യസ്തമാണ് അല്ലേ. ഇപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ വരുമാനമായിരിക്കില്ല ഈ പഴക്കച്ചവടക്കാരൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം അല്ലേ, കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓരോ പിക്ചറും കാണിച്ചിട്ടുണ്ട്, ഓരോന്നിലും കിട്ടുന്ന വരുമാനം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ പിക്ചർ എന്താണ്? അധ്യാപനമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ്? കച്ചവടമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാ വരുന്നത് ക്യാരം ബോർഡ് കളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ആതുര സേവനം, പിന്നെന്താണ്? ചിത്രരചന, വോളിബോൾ കളിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും എന്തെല്ലാം പ്രവർത്തനങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് എന്തിനൊക്കെയാണ്? ഈ ഓരോ പ്രവർത്തനങ്ങളുണ്ടെന്ന് കണ്ടു. അതിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നത്? ഇതിനൊക്കെയാണ് അധ്യാപനത്തിന്, അതുപോലെ തന്നെ കച്ചവടത്തിന്, അതുപോലെ തന്നെ എന്താണ്? ആതുര സേവനം എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പിറ്റൽസിലൊക്കെ അല്ലേ, അവർക്കും എന്താണ്? പണമാണ് ലഭിക്കുന്നത്. ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? ഇപ്പോൾ ക്യാരം ബോർഡൊക്കെ കളിക്കുകയാണ്, ചിത്രരചനയാണ്, അതുപോലെ തന്നെ വോളിബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സമ്മാനമാണ് അവിടെ ലഭിക്കുന്നത്. അതൊക്കെ എന്താണ്? പ്രതിഫലം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് എന്താ ലഭിക്കുന്നത്? പ്രതിഫലമായിട്ട് പണമാണ് ലഭിക്കുന്നത് അല്ലേ. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. ഏതൊക്കെയായിരിക്കും? നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃഷിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്നത് ഏതൊക്കെയാണ്? ജസ്റ്റ് നമ്മൾ ഒന്ന് ചുറ്റുപാടിന് നോക്കിയാൽ മതി. അപ്പോൾ ഏതിലൊക്കെയാണ് വരുമാനം പണമായിട്ടല്ലേ വരുമാനം കിട്ടുന്നത് അല്ലേ, പണമായിട്ട് ലഭിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും അല്ലേ. നെക്സ്റ്റ് എന്താണ്? തൊഴിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തൊഴിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നോക്കിയൊക്കെ NV കൃഷ്ണ വാര്യർ എഴുതിയിട്ടുള്ള ഒരു കവിത തന്നിട്ടുണ്ട്. പഠിപ്പു തീർന്നാൽ. ചോദ്യം എന്താണ്? പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ. അപ്പോൾ ഉത്തരം എന്തായിരിക്കണം ഉത്തരം? അപ്പോൾ നമ്മൾ പറയണല്ലേ ആൻസർ ഏതാണെന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നത് എന്താണ്? കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് പോകും അല്ലേ, കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലിക്ക് പോകും ഞാൻ. രണ്ടാമത് എന്താ പറയുന്നത്? പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിൽ, ഇതിൽ നല്ലത് വേറൊന്നുണ്ടാമോ? അതായത് അവിടെ കച്ചവടത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു രണ്ടാമൻ. നെക്സ്റ്റ് മൂന്നാമൻ എന്താ പറഞ്ഞത്? നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാ നിലയനം ആരംഭിച്ചിടും. ഓക്കെ, വിദ്യാലയമാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നാലാമനാണെങ്കിലോ? പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ. പടനായകനായ ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. NV കൃഷ്ണ വാര്യർ ഇവിടെ എഴുതിയിട്ടുള്ളതിൽ നമുക്ക് ഏതൊക്കെ തൊഴിലുകളാണ് മനസ്സിലാക്കുന്നത്? കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ, കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്, കച്ചവടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ അധ്യാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സൈനിക സേവനത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കേട്ടോ.
ഇനി കായികമായിട്ടുള്ള തൊഴിൽ മാത്രമാണ് മനുഷ്യർ ചെയ്യുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ എന്ന് വെച്ചാൽ എന്താണ്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പോൾ ഈ തൊഴിലിന് പ്രതിഫലം ഒന്നില്ലെങ്കിൽ കൂലിയായിരിക്കാം അല്ലെങ്കിൽ ശമ്പളമായിരിക്കാം ലഭിക്കുന്നത് അല്ലേ. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് തൊഴിൽ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അപ്പോൾ പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ശമ്പളമായിട്ടായിരിക്കാം ലഭിക്കുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ പ്രതിഫലം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ആയിരിക്കാം അല്ല പാരിതോഷികമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പണമായിരിക്കാം. അതൊക്കെ എന്താണ്? പ്രതിഫലമാണ്. എന്നാൽ തൊഴിലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ കൂലിയായിരിക്കാം അല്ലെങ്കിൽ ശമ്പളമായിരിക്കാം. അപ്പോൾ എന്താണ് കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം? കൂലി എന്ന് വെച്ചാൽ എന്താണ്? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. അതായത് സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. അതും ചിലപ്പോൾ മണിക്കൂറിന്റെ അല്ലെങ്കിൽ ദിവസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കൂലി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അതായത് ഒരു മാസം അതായത് ഓരോ മാസവും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെയാണ് എന്ന് പറയുന്നത് കിട്ടുന്ന പ്രതിഫലത്തെയാണെന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ക്ലിയർ ആണല്ലേ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. കൂലി എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 മണിക്കൂറിന് ഇത്ര രൂപയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് ഇത്ര രൂപയായിരിക്കാം, അങ്ങനെയായിരിക്കാം. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ജോലി ഇപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലേ. പക്ഷേ ഈ ഒരു ശമ്പളത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ കറക്റ്റായിട്ട് ഒരേ ജോലിക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടെത്താം. ഇനി എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ? വരുമാന സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് വരുമാനം കിട്ടുന്നത് നമുക്ക് ജോലിയിൽ നിന്നായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് നമുക്ക് കൊണ്ടിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ നിന്ന് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും അല്ലേ, പലിശയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു പറമ്പ് അല്ലെ ഒരു കൃഷിയിടം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും എന്തുണ്ടായിരിക്കാം? വരുമാനം ഉണ്ടായിരിക്കാം. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? പലതാണ് അല്ലേ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ് അല്ലേ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അപ്പം എന്താണ്? ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളെയാണ് എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ആസ്തികൾ എന്ന് വെച്ചാൽ? നമ്മൾ പറഞ്ഞു കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും ആസ്തികളിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആസ്തികൾ എന്ന് വെച്ചാൽ? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. കെട്ടിടങ്ങളും വസ്തുവകകളൊക്കെ എന്താണ്? ഈ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വരുമാന സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. തൊഴിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് ചോദിക്കാം. കൃഷി പറഞ്ഞു അല്ലേ. കൃഷി, ബിസിനസ്, ആസ്തികൾ, ബാങ്ക് നിക്ഷേപങ്ങളൊക്കെ എന്താണ്? വരുമാന സ്രോതസ്സുകളാണ്. അപ്പോൾ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണ്? വിളയാണ് അല്ലേ. ഇനി തൊഴിലാണെങ്കിൽ എന്താണ്? കൂലി അല്ലെങ്കിൽ ശമ്പളം ആണ് ലഭിക്കുക. ബിസിനസ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ലഭിക്കുന്നത്? ലാഭമായിരിക്കും. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നാണെങ്കിലോ പലിശ ലഭിക്കും അല്ലേ. ആസ്തികളാണെന്നുണ്ടെങ്കിലോ വാടക അല്ലെങ്കിൽ പാട്ടമായിരിക്കാം. ഓഹരി നിക്ഷേപങ്ങളാണെങ്കിലോ ലാഭവിഹിതമായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വരുമാനവും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള വരുമാനം, അത് നമ്മൾ ഡിഫറൻസ് ആണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമായിരിക്കും നമ്മൾ ടീച്ചറായ ആൾക്കാർ കിട്ടുന്നത് അല്ല അല്ലേ. അത് ഡിഫറൻസ് ആണ്. അതാണ് പറയുന്നത്. ഓരോ വരുമാനം വ്യത്യസ്തമാണ് അല്ലേ. ഓരോ തൊഴിലനുസരിച്ചാണ് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാനായിട്ട് കഴിയും. നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമായിരിക്കാം. അപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉണ്ടായിരിക്കും അല്ലേ. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുക ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പലിശ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? വരുമാനം തന്നെയാണ്. ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കാം. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യക്തിഗത വരുമാനം എന്ന് വെച്ചാൽ? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന്
ഒരു നിശ്ചിത കാലയളവ് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് തൊഴിലുകൾ വിവിധ തരം. നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ് അല്ലേ. തൊഴിലുകൾ വിവിധ തരം ഉണ്ട്. എന്താണ് ഒന്ന് ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാർ അല്ലേ, പിന്നെ അപ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്, ആതുര സേവനം എന്നാണ് പറയാം. അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ കാണുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്, അധ്യാപനം കാണുന്നുണ്ടല്ലോ ഇല്ലേ, അധ്യാപനം കാണുന്നുണ്ട്. പിന്നെ ഡ്രൈവറാണ്, പിന്നെ കൃഷി, അതുപോലെ തന്നെ അഭിഭാഷകൻ വക്കീലിനെയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു. എന്താണ് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും? കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്, ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. എന്താണ് കാർഷിക തൊഴിലുകൾ? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ എന്താണ് കാർഷിക തൊഴിലുകൾ? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നതിനെയാണ് കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത്. ഇപ്പം കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയ്ക്ക് എന്താണ് കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് 2022-2023 കണക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ, കൃഷിയിലെ മത്സ്യകൃഷിയൊക്കെ എന്താണ് കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ എന്താണ് കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ എന്താണ് കാർഷിക തൊഴിലുകളാണ് അല്ലേ. എന്നാൽ അതല്ലാതെ വരുന്ന ബാക്കി എല്ലാതും എന്താണ് കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകൾ, പിന്നെ വിവിധ തരം സേവനങ്ങൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ അധ്യാപനം അല്ലെ, അതൊക്കെ എന്താണ് സേവനങ്ങളാണല്ലേ. അപ്പോൾ ഈ സേവനങ്ങളൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണ്. പിന്നെ എന്താണ് വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുമ്പോൾ വസ്തുനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകളൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണ്. ഓക്കെ, അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഏതൊക്കെ പറയാം? നെൽകൃഷി പറയാം, അതുപോലെ തന്നെ മത്സ്യകൃഷി പറയാം, മൃഗസംരക്ഷണം, പുഷ്പകൃഷി, കോഴി വളർത്തലൊക്കെ എന്താണ് കാർഷിക തൊഴിലുകളാണ്. ഇനി എന്താണ് കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ കച്ചവടം, കെട്ടിട നിർമ്മാണം, അധ്യാപനം, ബാങ്കിങ്, വസ്ത്രനിർമ്മാണമൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണ്. കച്ചവടം, കെട്ടിട നിർമ്മാണം, അധ്യാപനം, ബാങ്കിങ്, വസ്ത്രനിർമ്മാണം എന്നിവയൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണ്. ഇനി സ്വയം തൊഴിൽ. സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിലില്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു. അപ്പം സിബി എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു അച്ചാർ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അച്ചാർ യൂണിറ്റ് തുടങ്ങിയപ്പോൾ എന്താണ് കുറച്ച് പേരെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരുമാനം കൊടുക്കണം അല്ലെ, അവർക്കും ഈ ഒരു തൊഴിൽ കൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിബിയുടെ മാതാപിതാക്കൾക്കും വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇത്തരത്തിൽ തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായിട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വയം തൊഴിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. അപ്പോൾ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്യവും ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വ്യക്തി ആ ഒരു തൊഴിലിന് ഉടമസ്ഥത ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവിടെ വ്യക്തി കൂടെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ടായിരിക്കും? ഈ ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കുണ്ടായിരിക്കും അല്ലേ. ഇനി അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കണം. സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി ആരാണ്? സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ തന്നെ നടത്തുന്നുണ്ടോ, പലചരക്ക് കടകളൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ ഇതിൽ എന്താണ് പറയുന്നത്? ആദ്യത്തെ പിക്ചർ എന്താണ്? തുന്നലാണ് അല്ലേ. തയ്യൽ മെഷീനിൽ
തുന്നാണ് ചെയ്യുന്നത് അല്ലേ, തുന്നലാണ് സ്വയം തൊഴിലാണ് അതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേപ്പർ ബാഗ് നിർമ്മാണം അല്ലേ, അതും എന്താണ് സ്വയം തൊഴിൽ തന്നെയല്ലേ. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് അല്ലേ, ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് എന്ന് പറയുന്നതാണ് സ്വയം തൊഴിലാണ്. അതുപോലെ തന്നെ അച്ചാർ നിർമ്മാണം എന്ന് പറയുന്നതാണ് സ്വയം തൊഴിലാണ്. അപ്പോൾ സ്വയം തൊഴിൽ സംരംഭത്തിന്റെ സവിശേഷതകൾ എഴുതി ചേർക്കും. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്താം, അതൊരു സവിശേഷതയാണ്. നെക്സ്റ്റ് ഏതൊക്കെയാണ് വരാം, സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞു തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടതുണ്ട്. സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് വിവിധ പദ്ധതികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വയം തൊഴിൽ പദ്ധതികൾ നോക്കുകയാണെങ്കിൽ നവജീവൻ പദ്ധതി. നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുതിർന്ന പൗരരാണ്. നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുതിർന്ന പൗരരാണ്. ഇനി കൈവലിയാണെങ്കിൽ ഭിന്നശേഷിക്കാരാണ്. ശരണ്യാണെങ്കിൽ വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഏതൊക്കെ പറയാം, ജീവൻ അല്ലേ. ജീവനം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജീവനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നവജീവൻ പദ്ധതി മുതിർന്ന പൗരർക്കാണ്, കൈവല്യ ഭിന്നശേഷിക്കാർക്ക്, ശരണ്യ വനിതകൾക്ക്, ജീവനം കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ചായപ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിലെ ചായപ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. നെക്സ്റ്റ് പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. പെയിന്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭയാണ് സജിത. ഫാബ്രിക് പെയിന്റിംഗ്സ് ആണ് ബിസിനസ്. സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിന്റിംഗ് ചെയ്യുന്നു. ഫാബ്രിക് പെയിന്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു. ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്നു. അപ്പോൾ 2 എക്സാമ്പിൾ നമ്മൾ കണ്ടു. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്കുവഹിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ചാപ്റ്ററിൽ വരുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ച് ഡെഫിനേഷൻസ് മാത്രമാണ് ഇതിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.